പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫസീഹുദ്ദീൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം, അതിൻ്റെ ഉപയോഗം മാത്രമല്ല, അതിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ഗുണങ്ങൾ, അതുപോലെ ദോഷങ്ങൾ നേരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. നാം ഓരോരുത്തരും ഇന്ന് മൊബൈൽ ഫോൺ ഒരു ബോധപൂർവം അല്ലെങ്കിലും എല്ലാവരും വളരെ നിർബന്ധാവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഫോൺ ഉപയോഗിച്ച് കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ 2020-ൻ്റെയൊക്കെ ശേഷമായിട്ട് 2019-20 ആ സമയങ്ങളിലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും അധികം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വ്യാപകമാകാൻ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ആ കൊറോണ സമയമായിരുന്നു. ഒരുപാട് ഒഴിവ് സമയം വന്നു, അങ്ങനെ യൂട്യൂബ് മറ്റു കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കുട്ടികളായിട്ട് ആളുകളായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വന്നു. ഈവൻ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും അത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ഉപയോഗത്തിൻ്റെ അതിൻ്റെ പരിധി നിയന്ത്രിക്കാനാവാത്ത വിധം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് അനവധി അല്ലെങ്കിൽ വാചാലമായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി വന്നിട്ടുണ്ട്. എന്നാൽ ദോഷവശങ്ങളെക്കുറിച്ച് അധിക ആളുകളും അത് ചർച്ച ചെയ്യപ്പെടാറില്ല. അത് മാത്രമല്ല, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാര്യമായ റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ഒരു ഡിവൈസാണ് നമ്മുടെ ഈ മൊബൈൽ ഫോൺ. അപ്പോൾ അത് കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു കാരണം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ട് അത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ വളരെ വ്യാപകമായിട്ട് കുറച്ച് മുന്നേ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിദ്യാഭ്യാസ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട് തീരെ ചെറിയ കുട്ടികളിൽ. പക്ഷേ മുതിർന്ന കുട്ടികളിലും അതുപോലെ കോളേജ് തലങ്ങളിലൊക്കെ അത് നിയന്ത്രിതമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വ്യാപകമായി ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത് അതിൻ്റെ വാസ്റ്റ് ഏരിയയാണ്. നമുക്ക് അറിവ് കളക്ട് ചെയ്യാനുള്ള ഒരു കുറഞ്ഞ സമയം കൊണ്ട് അറിവ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം, അത് അതിൻ്റെ നമ്മൾ വിരൽത്തുമ്പിൽ തന്നെയാണ് അതിൻ്റെ അറിവ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയുള്ള കാലത്ത് നമുക്ക് കഴിയില്ല. അതുപോലെ മറ്റൊരു എൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് സമയം ലാഭിക്കാനാവും. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരാഴ്ചയൊക്കെ കൊണ്ട് പഠിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾക്ക് അല്പസമയം കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കളക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തെ ഏറ്റവും വില കൂടിയത് നമുക്കറിയാം സമയമാണല്ലോ. അപ്പോൾ ആ സമയത്തെ നമുക്ക് കീഴ്പ്പെടുത്താനാവുന്ന, അല്ലെങ്കിൽ അത് ഈ ഡിവൈസ് വെച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനാവും. ഇതുപോലെ മറ്റൊരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊന്ന് ഇത് എൻ്റർടൈൻമെൻ്റാണ്. ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ഇതാണ്. കുട്ടികൾ പൊതുവേ വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, കളികൾ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. പക്ഷെ മുതിർന്നവർ പോലും, പ്രായമുള്ള ആളുകൾ പോലും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില ആൾക്ക് വിനോദം എന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും, പിന്നെ ചില കുട്ടികളാണെങ്കിൽ ഗെയിമോ മറ്റു കാര്യങ്ങളായിരിക്കും. അപ്പം ഏറ്റവും നല്ലൊരു ടൂൾസ് കിഡ്സിന് ഉപയോഗിക്കുന്ന ടോയ്സ് നിലയിലും അതെന്താണ്, വിനോദങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആളുകളെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുപോലെ ബന്ധങ്ങളാണ് മറ്റൊരു കാര്യം. ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ള ബന്ധങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. ഇനി ഇത് പറയുമ്പോൾ തന്നെ ഈ ലിസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒരുപാട് ഇത് നിരന്തരമായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അവരുടെ ഉറക്കക്കുറവിന് കാരണമാകുകയാണ്. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടാവും. ഉറക്കക്കുറവുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, ഒരുപാട് നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം കുട്ടികളിൽ ശാരീരിക പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി കാണേണ്ടതാണ്.
അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയങ്ങളോട് കൂടി തന്നെ മറ്റൊന്ന് ചേർത്ത് പറയാനുള്ളത് അവരുടെ ഏകാന്തതയെക്കുറിച്ചാണ്. കുട്ടികൾ പലപ്പോഴും തന്നിലേക്ക് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകാന്തതയിലേക്ക് സമൂഹമായിട്ട് ഇടപെടാതിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടുത്താനാവും, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാവും. അല്ലെങ്കിൽ അത് വലിയ അപകടമായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊരു പരിപൂർണമുള്ളതല്ല. ഇനി നമുക്ക് വീണ്ടും കാണാം.